ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഈ മുട്ടക്കറിയിൽ ഞാൻ പപ്പടം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഈ മുട്ടക്കറി ഉണ്ടാക്കണേന്ന്. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ടയും കൂടിയാണ് ഞാൻ എടുത്തേക്കണത്. ഇനി നമുക്ക് സബോള, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാം. അപ്പോൾ സബോള, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പപ്പടം ചേർത്താണ് ഈ മുട്ടക്കറി ഉണ്ടാക്കണതെന്ന്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. അതിന് ശേഷം ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച സബോള, ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ പൊടികളായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടിയാണ് കേട്ടോ. സബോളയൊക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിയൊക്കെ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വച്ചേക്കണ പപ്പടം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പപ്പടം ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിയൊക്കെ ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ.